നമസ്കാരം. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഏറ്റവും വാശിയേറിയ പോരാട്ടം നടക്കുന്ന ഇടങ്ങളിലൊന്നാണ് വടകര. ഇടത് വലത് മുന്നണികൾക്ക് നിർണായകമായ രാഷ്ട്രീയ മത്സരം നടക്കുന്ന മണ്ണ്. അങ്കത്തട്ടിലുള്ളത് പ്രമുഖരാണ്, കരുത്തരാണ്. മണ്ഡലത്തിൽ കാര്യമായ സ്വാധീനമൊന്നുമില്ലെങ്കിലും BJP അവരുടെ യുവ നേതാവായ പ്രഫുൽ കൃഷ്ണയെയാണ് മത്സരത്തിനിറക്കുന്നത്. പ്രഫുൽ കൃഷ്ണ ജയിക്കൂ. ഷാഫി പറമ്പിലും ശൈലജ ടീച്ചർക്കൊന്നും സാധ്യത ഇല്ല. കേരളം മാറി ചിന്തിച്ചു തുടങ്ങിയില്ലേ? കുറേ കാലമായില്ല പറ്റിക്കുന്നു ജനങ്ങളാ. ഇവിടെ വാളയാർ കഴിഞ്ഞ 2 ഒന്നല്ലേ. കേന്ദ്രത്തിന് നിലവിലുള്ള ഈ ഭരണവിരുദ്ധ വികാരങ്ങളൊന്നും ഒരു വികാരം. നരേന്ദ്രമോദി ലോകാരാധ്യനായ നേതാവാണ്. പിന്നെന്താ? ആര് ജയിച്ചാലും ഭരണം നല്ലതായിരിക്കും എന്ന് മാത്രമേ പറയാനുള്ളൂ. ആര് ജയിച്ചാലും എന്നാണ് ഞാൻ പറഞ്ഞേക്കണത്. ഇപ്പോൾ 3 പേരിൽ ആര് ജയിച്ചാലും നല്ലോണം ഭരിക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ. അത്ര പറയാനുള്ളൂ എനിക്ക്. 2000 റുപ്യ കിസാൻ സമ്മാന നിധി കൊടുക്കുന്നില്ലേ? എന്തെല്ലാം പദ്ധതികൾ. ഈ മോദി വിരുദ്ധത ഒരുപാട് കാലം നിങ്ങൾക്ക് പോകാനാകില്ല. കാരണം ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങി, മാറി തുടങ്ങി. ഇപ്രാവശ്യം 400 സീറ്റിൽ കൂടുതൽ BJP വേണ്ടു. പക്ഷേ ഈ ഷാഫി പറമ്പിലാണെങ്കിൽ ഇപ്പോൾ യുവാക്കളുടെ ഇടയിൽ ഒരുപാട് സ്വാധീനമുണ്ട്. ഷാഫി പറമ്പിലാണെങ്കിലേ യുവാക്കൾക്കിടയിൽ ഒരുപാട് സ്വാധീനമുണ്ട്. ഇതിൻ്റെ വോട്ട് ശക്തമായിട്ടുള്ള സ്ഥലമാണല്ലോ, അതുകൊണ്ട് അവരത് വിജയിക്കുമെന്ന് പറയും. ശൈലജ ടീച്ചർക്കാണെങ്കിലും ടീച്ചർ നിപ്പൻ്റെ സമയത്തും കോവിഡ് ജയിക്കില്ല. ഇല്ല. അയോധ്യ തെരഞ്ഞെടുപ്പിലൊരു വിഷയമാവുമോ? ഒരു വിഷയമാവില്ല. ഇല്ല. കേന്ദ്ര സർക്കാരൊക്കെ ഭയങ്കരമായിട്ട് വർഗീയത പറയുന്നു, വിദ്വേഷം പരത്തുന്നു എന്നൊക്കെ ഒരു പരാതി. കേരളത്തിലെ മുസ്ലിങ്ങൾ വെറുതെ പറഞ്ഞില്ല. ഇടതുപക്ഷം വലതുപക്ഷം പറഞ്ഞു. മുസ്ലിങ്ങളും അല്ല, നല്ല മുസ്ലിങ്ങൾക്ക് 75% 80% നല്ല മുസ്ലിങ്ങൾക്ക് അറിയാം എന്താ സംഭവം എന്നുള്ളത്. പക്ഷേ വോട്ടിന് വേണ്ടി മാത്രം അങ്ങനെ പറയുന്ന നമ്മളിവിടെ കേരളത്തിലാണ് ഇതെല്ലാം പ്രശ്നം. മറ്റുള്ള സംസ്ഥാനത്ത് ഒരു ഇപ്പോൾ അയോധ്യയിലെല്ലാം മുസ്ലിങ്ങളാണ് സകല ക്ഷേത്രത്തിന് വേണ്ടി എല്ലാ സഹായവും സഹകരണങ്ങളും എല്ലാം ചെയ്തു കൊടുക്കുന്നത്. ഇപ്പം ഗൾഫ് രാജ്യത്ത് പിന്നെ രാമക്ഷേത്രം എടുത്തില്ലേ, അവിടുത്തെ പിന്നെ അറബീൻ്റെ എന്താ അവർക്കും കൂടെ പറയാം, അബുദാബിയിൽ അങ്ങനെ അയാളെ കൊണ്ടെന്നാ പറയാ, ഷേഖ് അത് എടുത്തു കൊടുത്തില്ലേ. അപ്പോൾ അതാ പറയുന്നത്. കേരളത്തിലെ ഈ വോട്ട് കിട്ടാൻ വേണ്ടി ഇപ്പം പിണറായി എല്ലാം പച്ച കളറല്ല പറഞ്ഞു. ഇപ്പോൾ ഈ അടുത്ത് അങ്ങനത്തെ പൗരത്വ പ്രശ്നം കൊണ്ടൊന്നും ഒരു മുസ്ലിമിന് ഒന്നും സംഭവിക്കില്ല. നമ്മൾ ജനിച്ചപ്പോഴേ സ്വന്തം സഹോദരൻ ഒരു കുടുംബം പോലെ കഴിയുക. ഞാൻ BJP കാരനാണ്. എൻ്റെ സുഹൃത്ത് മുസ്ലിം ലീഗിൻ്റെ കുടുംബം. ഓണം വിഷുവിന് നമ്മൾ അവരിവിടെ, പെരുന്നാളിന് നമ്മൾ അവിടെ ആയിട്ട് അത്രയും സൗകര്യത്തിൽ നമ്മൾ ജീവിച്ചുകൊണ്ട് പോകും. ഇലക്ഷൻ്റെ 2ാം ഘട്ട പ്രചരണത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് വടകരയിൽ സാറിന് പ്രതീക്ഷകൾ എങ്ങനെയൊക്കെയാണ്? ഞങ്ങളുടെ 3ാം ഘട്ട പ്രചരണമാണ് ഇപ്പോൾ തുടങ്ങാൻ വേണ്ടി പോകുന്നത്. 2 ഘട്ടം സമാപിച്ചു. വടകരയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സാധ്യതകളുള്ളൊരു മണ്ഡലമാണ് വടകര മണ്ഡലം. ഭൂമിശാസ്ത്രപരമായിട്ട് അത്രയും റിച്ചാണ്. തീരദേശ മേഖല ഏറ്റവും കൂടുതലുള്ളൊരു മണ്ഡലം, മലയോര മേഖല ഉള്ള ഒരു മണ്ഡലം, അതുപോലെ ഇടനാടുണ്ട്. ഈ എല്ലാ മേഖലയും നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ സാധ്യതകൾ അനന്തമാണ്. ഇപ്പോൾ ഈ മണ്ഡലത്തിൻ്റെ സാധ്യതകളെ പറ്റി പറയുമ്പോൾ ഈ മണ്ഡലം അറിയപ്പെടുന്നത് കളരിപ്പയറ്റിൻ്റെ പേരിലാണ്. കളരിപ്പയറ്റിൻ്റെ പേരിൽ അറിയപ്പെടുന്ന മണ്ഡലത്തിൽ കളരിപ്പയറ്റിന് വേണ്ടി ഒന്നുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ഈ മണ്ഡലത്തിൻ്റെ ടൂറിസം സാധ്യതകൾ അനന്തമാണ്. കാപ്പാട് ബീച്ച് ഈ മണ്ഡലത്തിലാണ്. അത് കഴിഞ്ഞ് കുറച്ച് വന്നു കഴിഞ്ഞാൽ കൊയിലാണ്ടി ബീച്ചുണ്ട്, പയ്യോളി ബീച്ചുണ്ട്, തിക്കോടി ഡ്രൈവിംഗ് ബീച്ചുണ്ട്, മിനി ഗോവയുണ്ട്, അത് കഴിഞ്ഞാൽ പുറങ്കര സാൻഡ് ബാങ്ക്സ് ഉണ്ട്, അത് കഴിഞ്ഞാൽ തലശ്ശേരി ബീച്ചുണ്ട്. പക്ഷേ അനന്തമായി ഇത്രയും ബീച്ചുള്ളൊരു മണ്ഡലമാണ്. ഈ ബീച്ചുകളെല്ലാം തന്നെ അതിസുന്ദരമായിട്ടുള്ള ബീച്ചുകളാണ്. ഇപ്പോൾ ഗോവ എന്ന് പറയുന്നൊരു ചെറിയ സംസ്ഥാനം, അവിടെ മുഴുവൻ ആ ഗോവ സംസ്ഥാനത്തിൻ്റെ എല്ലാ സാമ്പത്തിക കാര്യങ്ങളും അവിടുത്തെ ടൂറിസത്തിനെ ആശ്രയിച്ചിട്ടാണ്. ആ ഗോവയേക്കാൾ മനോഹരമാണ് നമ്മുടെ മിനി ഗോവ എന്ന് പറയുന്നത്. പക്ഷേ വടകര മണ്ഡലത്തിലെ ഒരു സാധ്യതകളെയും ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവർ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വടകരയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ ആരോഗ്യമന്ത്രിയായിരുന്ന ഒരാളുടെ മണ്ഡലമാണ് വടകര പാർലമെൻറ്റ് മണ്ഡലത്തിലെ ഒരു നിയോജക മണ്ഡലം. അപ്പോൾ ആരോഗ്യമന്ത്രിയായിരുന്നു, അല്ലെങ്കിൽ ലോകം മുഴുവൻ ഭയങ്കരമാണെന്നൊക്കെ പറഞ്ഞ ആ ബിംബവൽക്കരണം നടത്തിയ മുൻ ആരോഗ്യമന്ത്രിയുടെ മണ്ഡലത്തിൻ്റെ ആരോഗ്യ മേഖലയുടെ സ്ഥിതി എന്താ? അവിടെ നിങ്ങളൊന്ന് പോകണം, അവിടുത്തെ ആശുപത്രികളൊന്ന് പരിശോധിക്കണം. ഈ വടകര പാർലമെൻറ്റിലെ ഏറ്റവും മോശം ആശുപത്രി എന്ന് പറയുന്നത് ആ ആശുപത്രിയാണ്. ഒന്ന് നല്ലൊരു മുറിവുണ്ടായാൽ തുന്നിക്കെട്ടാൻ പോലും അവിടെ ഡോക്ടർ ഇല്ല എന്നുള്ളതാണ് അവിടുത്തെ പ്രദേശവാസികൾ
ആളുകൾ പറയുന്നത്. ഇതാണ് വടകര മണ്ഡലത്തിൻ്റെ നേർചിത്രം എന്ന് പറയുന്നത്. വടകരയിൽ ഞാൻ മനസ്സിലാക്കിയത്, വടകര മണ്ഡലത്തിലെ ആരോഗ്യ മേഖല ഇങ്ങനെ ഒന്നും നോക്കാതെ അല്ലെങ്കിൽ ഇത്തരത്തിൽ നിഷേധാത്മകമായിട്ടുള്ള സമീപനം അധികാരികൾ സ്വീകരിക്കുന്നത് ഇവിടുത്തെ സ്വകാര്യ ഹോസ്പിറ്റലുകളെ സഹായിക്കാനാണ്. ഇവിടെ CPM-ൻ്റെ ഹോസ്പിറ്റലുണ്ട്, അതുപോലെ കോൺഗ്രസിൻ്റെ ഹോസ്പിറ്റലുണ്ട്. അതുകൊണ്ട് ആ മേഖലകളിൽ ഒന്നും തന്നെയുള്ള സർക്കാർ സംവിധാനങ്ങൾ വളരാൻ വേണ്ടി ആരും സമ്മതിക്കുന്നില്ല. അത് വേറെ ആർക്കും പ്രശ്നവുമില്ല. ഇപ്പോൾ ഇവിടെ വടകര ഗവൺമെൻറ് ഹോസ്പിറ്റലിന് വേണ്ടി കോടിക്കണക്കിന് രൂപയാണ് നരേന്ദ്രമോദി കൊടുത്തിരിക്കുന്നത്. പുതിയ കെട്ടിടം പണിയാൻ വേണ്ടി പോകുന്നു. ഡയാലിസിസ് യൂണിറ്റിന് വേണ്ടിയിട്ട് പൈസ കൊടുത്തിരിക്കുന്നു. ഇവിടുത്തെ എല്ലാ ചെറിയ ഹെൽത്ത് സെൻ്ററുകളിൽ പോലും അതിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് പണം ചെലവഴിച്ചിരിക്കുന്നത് നരേന്ദ്രമോദിയാണ്. വടകരയിൽ ഉണ്ടായിട്ടുള്ള വികസനം എന്ന് പറയുന്നത് നരേന്ദ്രമോദി കൊടുത്തത് മാത്രമാണ്. ഇപ്പം നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയിൽ വടകരയിലെ ജനങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള വിശ്വാസമുണ്ട്. ഒന്ന്, നാഷണൽ ഹൈവേയുടെ ആദ്യത്തെ സ്ട്രെച്ച് പൂർത്തിയായി. കണ്ടായിരുന്നോ? ഒരു മണിക്കൂറും 15 മിനിറ്റിലും കൂടുതൽ എടുത്തിരുന്ന സ്ഥലത്താണ് ഇന്ന് വെറും 16 മിനിറ്റ് കൊണ്ട് ഓടിയെത്തുന്നത്. ഞങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലൂടെയാണ് ആ റോഡ് കടന്നു പോകുന്നത്, ധർമ്മടത്തൂടെ. അപ്പോൾ അഴിയൂരിൽ നിന്ന് മുഴപ്പിലങ്ങാട് ബീച്ചിലെത്താൻ 1 മണിക്കൂറിന് മേലെ വേണമായിരുന്നു. ഇപ്പോൾ അതെടുക്കുന്ന സമയത്തിനാണെന്നറിയോ? 16 മിനിറ്റാണ്. അപ്പോൾ ഇതാണ് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി. ഇതാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന വികസനം എന്നുള്ളത് വടകരക്കാർക്ക് നന്നായിട്ട് അറിയാം. വടകരക്കാരിൽ വിശ്വസിച്ച് വിജയം ഉറപ്പിക്കുകയാണ് അപ്പോൾ സാർ? തീർച്ചയായിട്ടും വടകരക്കാർ ഭയങ്കര സ്നേഹമുള്ളവരാണ്. എന്ന് പറഞ്ഞാൽ വല്ലാത്ത ഒത്തൊരുമയുള്ള സ്ഥലമാണ്. ഒരുപക്ഷെ മറ്റ് ഇപ്പം ടൗൺ മേഖലകൾ, ഇപ്പോൾ മറ്റുള്ളവർ മോശക്കാരെന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ വടകരയുടെ ഒരു പ്രത്യേകത, ഇപ്പോൾ ഒരു കല്യാണം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കല്യാണ വീട്ടിൽ കാറ്ററിംഗ് ആരെയൊന്നും നിങ്ങൾ കാണില്ല, വളരെ അപൂർവമാണ്. കല്യാണത്തിന് വിളമ്പുന്നത് വടകരക്കാർ അങ്ങ് ഇറങ്ങി വിളമ്പുകയാണ്. മതത്തിനപ്പുറത്ത്, ജാതിക്കപ്പുറത്ത് ഞങ്ങൾ വടകരക്കാരാണ് എന്നുള്ളൊരു ഫീലുണ്ട്. വടകര എന്നല്ല ഞങ്ങൾ പറയും, വടകര അല്ലേ, അങ്ങനെ ഒരു ഫീലുണ്ട് വടകര. അപ്പോൾ വടകരയുടെ ഒത്തൊരുമകൾ, കൂട്ടായ്മകളൊക്കെ വലുതാണ്. മോഡിഫൈഡ് വടകര, അതിനുവേണ്ടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ആ മോഡിഫൈഡ് വടകര എന്ന സങ്കല്പത്തെ, ആ ഒരു കാഴ്ചപ്പാടിനെ ജനങ്ങൾ 2 കൈയും നീട്ടി സ്വീകരിക്കുകയാണ്. എന്താണ് ഇപ്പോൾ CA NRC ഇഷ്യൂസൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പൗരത്വ ബില്ലിനൊക്കെ സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നോക്കൂ, പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ പേരിൽ വലിയ രീതിയിലുള്ള അസത്യ പ്രചരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനുണ്ടല്ലോ, ഇപ്പോൾ നോമ്പ് കാലത്ത് ഞാൻ എത്ര വീടുകളിൽ പോയിട്ട് നോമ്പ് തുറന്നിട്ടുണ്ടെന്ന് അറിയാം. ഇപ്പോൾ എൻ്റെ വീട്ടിൽ, എൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ഇബ്രാഹിമിക്കയും സുബൈദ താത്തയുടെയും വീട്ടിൽ പോയിട്ട് നോമ്പ് തുറക്കുന്ന ആളാണ് ഞാൻ. വിളിക്കേണ്ട കാര്യം പോലുമില്ല, അങ്ങ് കയറി ചെല്ലും. ഞങ്ങൾ പോയിട്ട് അടുക്കളയിൽ നിന്ന് തരിക്കഞ്ഞ് കുടിച്ച്, അങ്ങനെയാണ് എൻ്റെ വീട്ടിൽ, ഞാനായാലും എൻ്റെ മോളായാലും വീട്ടുകാരൊക്കെ ഞങ്ങൾ അങ്ങനെ പെരുമാറുന്നവരാണ്. ഓണത്തിന് അവർ ഇങ്ങോട്ട് കയറി വരും, വിഷുവിന് അവർ ഇങ്ങോട്ട് കയറി വരും. അത്ര മതസൗഹാർദ്ദമായിട്ട് ജീവിക്കുന്ന ജനതയാണ് കേരളത്തിലുള്ളത്. അല്ലെങ്കിൽ ഞാൻ നോക്കട്ടെ, ഞാനൊരു BJP-കാരനാണ്. അപ്പോൾ എൻ്റെ ഈ ഒരു നിയമത്തിൻ്റെ പേരിൽ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു മുസ്ലിം പൗരത്വം നഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ അവരുടെ മുന്നിലുണ്ടാകും, അവരുടെ കൂടെ ഉണ്ടാകും. ഈ നിയമം കൊണ്ട് ഒരൊറ്റ ഇന്ത്യൻ മുസൽമാൻ്റെയും പൗരത്വം നഷ്ടപ്പെടില്ല, ഒരൊറ്റ മുസ്ലിം സഹോദരനും ഇവിടുന്ന് പോകേണ്ടി വരില്ല. ഈ നിയമം കൃത്യമായി പഠിക്കുന്നവർക്കറിയാം. അപ്പോൾ എന്തിനാണ് ഇങ്ങനത്തെ ഒരു അസത്യ പ്രചരണം നടത്തുന്നത്? ഇത് മുഖ്യമന്ത്രി മലപ്പുറത്ത് പറഞ്ഞതെന്താ? ഇവിടുത്തെ ചില ന്യൂനപക്ഷ വിഭാഗങ്ങൾ 2ാം കിട പൗരന്മാരാണ്. ആരാ പറഞ്ഞ 2ാം കിട പൗരന്മാരാണ്? 1ാം കിട പൗരന്മാരാണ്. ഇവിടുത്തെ ഒരു കേന്ദ്ര നിയമമുണ്ടെങ്കിൽ അത് നടപ്പാക്കാനും നടപ്പാതിരിക്കാനും അത് എല്ലാം ഒന്നും സംസ്ഥാന സർക്കാരുകൾക്ക് സാധിക്കില്ല. ഇപ്പോൾ മറ്റ് ചില രാജ്യങ്ങളിൽ അനുഭവിക്കുന്ന അവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, പുനരുദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചില പദ്ധതികളാണ്. അതുകൊണ്ട് ഇവിടുത്തെ ഒരൊറ്റ മുസ്ലിം സഹോദരൻ്റെയും പൗരത്വം നഷ്ടപ്പെടില്ല. അങ്ങനെ നഷ്ടപ്പെടുന്ന ഒരു പാർട്ടിയില്ല. പിന്നെ വേറൊരു കാര്യം അറിയോ? ഇവിടുത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ പ്രവർത്തിക്കുന്ന പാർട്ടി ഏതാ? ഭാരതീയ ജനതാ പാർട്ടിയാണ്, ഞങ്ങളുടെ പാർട്ടിയാണ്. ഞങ്ങളുടെ കാൻഡിഡേറ്റ് കേരളത്തിൽ നോക്ക്, അബ്ദുൽ സലാം സാറ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിരുന്നില്ലേ? അദ്ദേഹം ഇന്ന് ഞങ്ങളുടെ കാൻഡിഡേറ്റാണ്. AP അബ്ദുള്ള കുട്ടി നല്ല അസൽ മുസൽമാനാണ്, നല്ല ദൈവഭയമുള്ള ആളാണ്. അദ്ദേഹം മുസൽമാനല്ലേ, ഞങ്ങളുടെ പാർട്ടിയിലല്ലേ? നോക്കൂ, എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണാൻ പറ്റുന്ന പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. ഞങ്ങൾ പഠിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് സാധിക്കുന്നത്. പക്ഷേ ഈ അസത്യ പ്രചരണമൊന്നും ഉണ്ടല്ലോ, അതൊന്നും വില പോകില്ല. ഇവിടുത്തെ പ്രബുദ്ധരായിട്ടുള്ള മുസ്ലിം സഹോദരങ്ങൾ അത് തിരിച്ചറിയുക തന്നെ ചെയ്യും. എനിക്കറിയാം, ഞാനിപ്പോൾ നോമ്പ് തുറക്കാൻ പോയ വീടുകളിലൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സ്വീകാര്യത, ആ ഒരു സ്നേഹം, ആ ഒരു ഊഷ്മളത, അതൊക്കെ ശരിക്കും അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. ഒരു ചെറിയ വിഭാഗത്തിനെയൊക്കെ ചിലപ്പോൾ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റിയെന്ന് വരും. പക്ഷേ കൃത്യമായി ചിന്തിക്കുന്നവർ, ഇപ്പോൾ ഞാൻ ഒരു വീട്ടിൽ പോയ സമയത്ത് പറഞ്ഞു, മുത്തലാഖ് 3 പ്രാവശ്യം തലാഖ് ചൊല്ലിയാൽ ബന്ധം വേർപെടുമായിരുന്നില്ലേ? മുത്തലാഖിനെതിരായിട്ടുള്ള നിയമം കൊണ്ടുവന്നു. എത്ര പെൺകുട്ടികളാണ് നന്ദി പറയുന്നതെന്നറിയോ ആ ഒരു നിയമം മാറ്റി. അപ്പോൾ വലിയ പിന്തുണ നരേന്ദ്രമോദി സർക്കാരിന് മുസ്ലിം ജനവിഭാഗത്തിനിടയ്ക്ക് നിന്നുകൊണ്ട്. അപ്പോൾ അതൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഇത്തരം അസത്യ പ്രചരണങ്ങൾ. അതൊന്നും വില പോകില്ല. മുസ്ലിം സഹോദരങ്ങൾ എന്ന് പറയുന്നത് ഞങ്ങളുടെ കൂടപ്പിറപ്പുകൾ തന്നെയാണ്. ഞങ്ങളുടെ കൂടപ്പിറപ്പുകളാണ്. ഹിന്ദു എന്നോ മുസൽമാനെന്നോ ക്രിസ്ത്യാനിയെന്നോ ഒരു വ്യത്യാസമില്ല. എല്ലാവരും ഭാരതീയരാണ്. ഇവിടെയുള്ള ഒരാൾക്കും ഒരു സ്ഥലത്തും പോകേണ്ടി വരില്ല, പോകാനും പറ്റില്ല.
അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളതിന് മുന്നിട്ട് ഇറങ്ങും. ഇവിടുത്തെ കോൺഗ്രസ്സുകാരും CPM അല്ല, എൻ്റെ വീട്ടിനടുത്തുള്ള അല്ലെങ്കിൽ എൻ്റെ സഹോദരങ്ങൾക്ക് എന്തെങ്കിലും ഞാനതിൽ മുന്നിലുണ്ടാകും. അപ്പോൾ ഈ പൗരത്വ ഭേദഗതി നിയമം കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അത് വെറും ഇടത് വലത് മുന്നണികൾ ഉണ്ടാക്കുന്ന ആശങ്ക മാത്രമാണ്. അപ്പോൾ വടകരക്കാർ കേരളം ഒട്ടാകെ ഒറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ് വടകര. അപ്പോൾ അവിടുന്ന് ഏറെ വിജയത്തോടെ മുന്നേറാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. അന്തരീക്ഷം മുമ്പെങ്ങുമില്ലാത്ത വിധം ചുട്ടുപൊള്ളുകയാണ്. വടകരയിലെ രാഷ്ട്രീയ അന്തരീക്ഷം സ്ഥിതി മറ്റൊന്നുമല്ല, മത്സരം ചൂടേറിയതാണ്. വീറും വാശിയും ഒട്ടും കുറയാതെ പ്രവർത്തകരും മുന്നിലുണ്ട്. കണ്ടറിയണം കടത്തനാടൻ അംഗത്തിൽ അന്തിമ വിജയം ആരുടേതെന്ന്.